ഹായ് ഡിയേഴ്സ്, ഇന്ന് കലിങ്ങാടി സെല്ലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്ലീറ്റഡ് നെറ്റിയുടെ കട്ടിംഗ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് ആം ഹോള് 1/2 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 8 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ മാർക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ആ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഇപ്പുറ സൈഡിൽ ഫോൾഡർ സൈഡാണ് ഇത്, നാലായിട്ട് മടക്കിയിട്ടേക്കാണ് നമ്മൾ തുണി. അപ്പോൾ ഫോൾഡർ സൈഡിൽ വരുന്നത് 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ 4ആയിട്ട് മടച്ച് വരുന്ന ഓപ്പൺ ആയിട്ടുള്ള ആ സൈഡാണ്, അവിടെ ഒരു 10.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതിന് ശേഷം കൈയുടെ ലെങ്ത്താണ് എനിക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനും മുകളിൽ ഷോൾഡർ അടിച്ചു പോകാനൊക്കെ ആയിട്ട് കൂട്ടി ഞാൻ 9 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. ആ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഷോൾഡർ അടയാളപ്പെടുത്തുന്ന പോയിന്റിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഈ നെറ്റിയുടെ വീഡിയോ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിത് പറഞ്ഞാൽ വെട്ടി തയ്ച്ച് നോക്കണം. ഇത് നെറ്റി ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഈ നെറ്റി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. ഞാൻ വീണ്ടും നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നമ്മുടെ കലിംഗ ഡിസൈൻസിൽ നമ്മളൊരു നമ്മൾ ഒരു എന്താ പറയുക, വീഡിയോസ് കുറേ ഇട്ടുണ്ട്, നെറ്റിയുടെ ഇട്ടുണ്ട്, നെറ്റി ഫ്രോക്കിൻ്റെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഇതിന് ശേഷം ഈ ഷോൾഡറിൽ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആം ഹോള് 8 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തിക്കുന്നത്. അവിടേക്കാണെങ്കിൽ 9.5 ഇഞ്ചിലേക്കാണ് താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് നമ്മളൊരു ജോയിൻ കൊടുത്തു. അതിനുശേഷം താഴെ നമ്മുടെ കൈയുടെ വണ്ണം 7.5 ഇഞ്ചാണ് ഞാൻ വണ്ണം ഇടുന്നത്. ഞാൻ എക്സൽ സൈസ് നെറ്റിയാണ് തയ്ച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നതാണ്, അതുകൊണ്ട് ഇച്ചിരി ലൂസിലാണ് അടയാളപ്പെടുത്തുന്നത്. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ആ 1.25 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് നമ്മൾ ഈ 9.5 മാർക്ക് ചെയ്തേക്കുന്ന ആ ഭാഗത്തേക്ക് ജോയിൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോർണർ പോലെ ഇങ്ങനെ മോന പോലെ ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ആ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് 9.5 അടയാളപ്പെടുത്തിയിരിക്കുന്ന മാർക്കിങ്ങിലേക്ക് നമുക്ക് എത്രയാണ് അവിടേക്കുള്ള അളവെന്ന് നോക്കണം. ആ അളവ് തന്നെ നമ്മൾ താഴെ 10.5 അടയാളപ്പെടുത്തി ഒരു പോയിൻ്റ് വെച്ചിട്ടുണ്ടായല്ലോ കൈയുടെ താഴെ മാർക്ക് ചെയ്യണോടത്ത്. ആ 10.5 നിന്ന് 3.5 വരാൻ പാകത്തിന് കൈയുടെ മാർക്കിങ്ങിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഈ മാർക്കിംഗ് കണ്ടോ, ആ മാർക്കിങ്ങിലേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് യോക്കാണ് ഇനി അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ യോക്ക് നമ്മൾ കൈക്കുഴി ആദ്യം 8 ഇഞ്ച് അടയാളപ്പെടുത്തി നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. ആ 1/2 ഇഞ്ചിലേക്ക് നമ്മുടെ ഈ 10 ഇഞ്ച് യോക്കിൻ്റെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം ആ 1/2 ഇഞ്ച് മുകളിലെ ലൈനായിട്ട് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ കൈക്ക് നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് ഈ മാർക്കിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 3.5 ഇഞ്ച് ഇറക്കം കൊടുത്തേക്കുന്നത് കൈയുടെ ഇറക്കമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കൈ കുഴിച്ചു വെട്ടൻ്റെയൊക്കെ ഇറക്കം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ വണ്ണത്തിൻ്റെ അവിടെയുള്ള ഇറക്കമാണ് 3.5 ഇഞ്ച് കൊടുത്തേക്കുന്നത്. അവിടേക്ക് നമ്മൾ ഈ ജോയിൻ്റ് ഭാഗത്തേക്ക് ആ കുറുമ്പിച്ച ഭാഗത്ത് നിന്ന് താഴത്തേക്ക് യോക്ക് അടയാളപ്പെടുത്താണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു യോക്ക് ഇച്ചിരി കർവായിട്ട് ഒരു കർവ് തന്നെ പോലെ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം താഴത്ത് നമ്മൾ ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം നമ്മൾ താഴത്തെ പ്ലീറ്റ് വരുന്ന ആ ഭാഗം, അതായത് താഴത്തേക്ക് വരുന്ന പ്ലീറ്റ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴത്തെ മാർക്കിങ്ങിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ പ്ലീറ്റഡ് ഭാഗം കട്ടായി. അതിനുശേഷം നമ്മളുടെ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ആ യോക്ക് ഭാഗം നമ്മൾ ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന 10 പോയിൻ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക്
ചെറിയൊരു ഷേപ്പ് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു വളഞ്ഞൊരു ഷേപ്പ് കൊടുത്താലും പ്രശ്നമില്ല, ഇങ്ങനെ നേരെ വെട്ടിയാലും പ്രശ്നമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി സ്ലീവാണ് വെട്ടിയെടുക്കുന്നത്. അത് ആ മാർക്കിങ്ങിലൂടെ തന്നെ ആ പോയിൻ്റ് വരാൻ കരുതി വെട്ടിയെടുക്കണം. അതിനുശേഷം താഴത്തേക്കും ആ ബാലൻസ് ഉള്ളത് അങ്ങ് വെട്ടിക്കളയാണ്. അല്ല, ഇങ്ങനെയാണ് ആ കൂർമന വരുന്ന ഭാഗമാണ് നമുക്ക് നമ്മുടെ കൈ ജോയിൻ്റായി പോകുന്ന ഭാഗത്തേക്കുള്ള ഭാഗമാണ്. ഇങ്ങനെയാണ് വരുന്നത്. കൈ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ക്രോസ് വന്ന ഭാഗം കറക്റ്റായിട്ട് അവിടെ കറക്റ്റായിട്ട് വന്നോളും നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇനി ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് ക്ലിയർ ആക്കാനുള്ളത്. അപ്പോൾ 2 യോക്ക് വശവും സെപ്പറേറ്റ് ആക്കി എടുക്കണം, ഫ്രണ്ടും ബാക്കും. അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്കുക. ഞാൻ വേറെ വീഡിയോകൾ ഇടുമ്പോൾ ഇച്ചിരി കൂടി മനസ്സിലാക്കി, ഇനി ആർക്കും മനസ്സിലാവാത്തതിന് 1-2 പ്രാവശ്യം കണ്ടാൽ മതി, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ, ചെറിയ തയ്യലൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ 2.25 കഴുത്തിൻ്റെ അകലം കൊടുത്തേക്കുന്നത്. 2.25 മതി എല്ലാവർക്കും. ഒരുവിധം ലാർജ് വരെയുള്ള ആൾക്കാർക്ക് 2.25 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഇഞ്ച് വൈഡ് കിട്ടും. അത് മതിയാവും. ഇറക്കം ഒരു 3 ഇഞ്ചാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിന് ശേഷം യു ആണ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടാൽ 2 കൂടി ഒരുമിച്ചിടുമ്പോൾ ഒത്തിരി ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ് കട്ടിങ് വീഡിയോ മാത്രമായിട്ട് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മെസ്സേജിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് 2.25 തന്നെയാണ് എടുക്കേണ്ടത്. നമുക്ക് ഫ്രണ്ട് നെക്കിൽ വേറൊരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 5.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ഡിസൈൻ ചെയ്യണമെങ്കിൽ വേറെ, ഇപ്പോൾ യു ആണെങ്കിൽ യു അങ്ങനെ വെച്ച് വേറൊരു ഇത് വെച്ചിട്ട് ഞാൻ അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് നെക്ക്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാത്തത്. അതിൻ്റെ